ഹായ് ഓൾ, ഒരു ചെറിയ കാര്യം പറയാൻ വന്ന നിങ്ങളുടെ ചുറ്റും കുറ്റപ്പെടുത്തലുകളാണ് നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമാധാനം നൽകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ റിയൽ സ്റ്റോറിയാണ്. ഏകദേശം ഒരു 2016 സ്റ്റാർട്ടിങ് ജാനുവരി അല്ലെങ്കിൽ 2015 എൻഡിലായിട്ട് ഡിസംബർ സമയത്ത് നടന്നൊരു കാര്യമാണ്. എറണാകുളത്ത് വൈറ്റില ഭാഗത്തായിട്ട്, വൈറ്റില ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം തോന്നും ജുമാക്ക് പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. അവിടെ ഞാൻ നോക്കുമ്പോണ്ട് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഒരാളെങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട്. ഇങ്ങേരൊക്കെ എന്തിനാണ് അഭിനയിക്കണത്, ഇങ്ങേരെ കൊണ്ടൊന്നും സാധിക്കില്ല, ഇങ്ങേരെ കൊണ്ട് ഒറ്റക്കൊന്നും നടക്കൂല, വെറുതെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്താ അവൻ്റെ ജാട, അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു മേഖലയ്ക്ക് വന്നേക്കുന്നത്, ഈ ലെവലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയണ്ട. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് നോക്കുന്നത്. മുന്നോട്ട് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ കണ്ടത് ആസിഫ് അലി ഖാനെയാണ്. ഞാനത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിക്കാക്കും കേൾക്കാൻ പറ്റും. അത്രയും ഒരു ഉറക്കനെ തന്നെയാണ് അവർ പറയുന്നത്. കാരണം എൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ ആളുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ പോലും വളരെയധികം ഇങ്ങനെ കൈയൊക്കെ മടക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആളിങ്ങോട്ട് ഐ കോണ്ടാക്ട് തരുന്നില്ല, പക്ഷെ ആൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്കെന്തോ ഭയങ്കര അധികം വിഷമം തോന്നി. പക്ഷെ അത് കണ്ടപ്പോഴും ആ ഒരു ഇക്കാൻ്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, ആസിക്ക എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാട്ടോ, നിങ്ങളെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആടാന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈയൊക്കെ തന്നിട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കാനുള്ള രീതിയിലേക്ക് അങ്ങോട്ട് മുന്നോട്ടാക്കില്ല, നീ കയറിക്കെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് പോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും അധികം സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ഒരു മൂവിയിലോട്ടോ അല്ലെങ്കിൽ നടനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് ഒന്നും നേടാനോ അല്ലെങ്കിൽ അത്രയും ഒരു എഫേർട്ട് ഒന്നും എടുക്കാത്ത ആൾക്കാർക്ക് എന്തും പറയാം, പലതും പറഞ്ഞ് വേദനിപ്പിക്കാം. പക്ഷെ ആ സമയത്ത് പോലും ആള് അത്രയും പേഷ്യൻറ്റോട് കൂടി, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന കേസസ് ഒക്കെ കാണുമ്പോൾ ആള് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒരു ഇൻസൾട്ടിനെ വരെ ഭയങ്കര അധികം നോക്കി കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് വലിയത് തോന്നിയില്ല. കാരണം ആസിക്കയുടെ ക്യാരക്ടറാണ് അത് എന്നുള്ളത്. കാരണം എനിക്ക് അന്ന് മുതൽ അത് ഭയങ്കര അധികം ഒരു കണക്റ്റായി. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ലെന്നേ വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊന്ന് ഞാൻ അനിയനോട് എന്താണ് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രയാസങ്ങൾ വരുമ്പോഴും ആരെങ്കിലുമൊക്കെ കളിയാക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് കൂടി എന്നൊക്കെ. പക്ഷേ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കും നമ്മളൊന്നും പോകുന്ന സ്ട്രഗിളൊന്നും ചിലപ്പോൾ ഒന്നും ആവില്ല. കാരണം അത്രയധികം വലിയ വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയാൽ തന്നെയാണ് നമ്മളൊക്കെ ശരിക്കും നമ്മൾക്ക് ഒരു വിജയത്തിൻ്റെ പഴങ്ങൾ ആസ്വദിക്കാൻ പറ്റുകയെന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മാത്രമല്ല, ലൈഫ് മസ്റ്റ് ഗോ ഓൺ. പ്രശ്നങ്ങൾ വരും, സ്ട്രഗിൾസ് ഉണ്ടാവും, കളിയാക്കലുകൾ ഉണ്ടാവും, ഒറ്റപ്പെടുത്തലുണ്ടാവും, പുറകിൽ നിന്നുള്ള കുത്തലുകൾ ഉണ്ടാവും, പരിഗണിക്കാതിരിക്കുന്നുണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സ്വപ്നം നിങ്ങളുടെ മാത്രമാണ്. വേറൊരാളോട് അത് വാക്കുകളെ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയാനോ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മനസ്സിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാറുള്ളൊരു കാര്യം. ഇനി ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ 2 കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ്. അതേപോലെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആളെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും അതൊരു ഭാരമാക്കി ആളോടുള്ള ദേഷ്യം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഫോർഗീവ് ചെയ്യുക. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ പറയുക, താങ്ക് യു, ഐ ഫോർഗീവ് യു. എന്നിട്ട് ആ ഒരു പെയിൻ ഈസ് ഫ്യൂൾ എന്നുള്ളത്, എൻ്റെ ബുക്ക് പെയിൻ ഈസ് ഫ്യൂൾ എന്നുള്ള ഒരു പുസ്തകമാണ് ഞാൻ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. അതിലുള്ള മെയിൻ കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മളൊരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പെയിൻ നിങ്ങൾ ഫ്യൂളാക്കി മാറ്റുക, നിങ്ങളുടെ ഡ്രീംസിലോട്ടുള്ള ഇന്ധനമാക്കി അല്ലെങ്കിൽ ഊർജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, കളിയാക്കലുകൾ ഉണ്ടായിക്കോട്ടെ, ഒറ്റപ്പെടുത്തൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങളതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ളതെല്ലാം ഔട്ട്സൈഡുള്ള കാര്യങ്ങളാണ്, നിങ്ങളെ കൺട്രോളില്ല.
നിങ്ങളെ കൺട്രോളിലുള്ള കാര്യത്തിന് ആലോചിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു.